അക്ഷയ്, ഈ കോളേജ് ഓഫ് നഴ്സിംഗ് ക്യാമ്പസിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ SFI എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ, ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ സഖാവ് രാഹുൽ രാജ് KP. അവൻ ചുവന്ന ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചിരിച്ച് ഞെളിഞ്ഞ് നിൽക്കുന്നത് കാണുന്നുണ്ട്. അവനാണ്, ഈ രാഹുൽ രാജാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഈ ക്രൂരതയ്ക്ക് ഒക്കെ നേതൃത്വം നൽകിയത് രാഹുൽ രാജാണ്. സ്വാഭാവികമായി രാഹുൽ രാജ് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവനാണ്. അവന് കുറേ സിൽബന്ധികൾ കാണും, ഒരു സംശയവുമില്ല. അവൻ എന്ത് ചെയ്യുന്നോ അത് ഏറ്റ് പിടിക്കാൻ കുറച്ച് പേര് കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ക്യാമ്പസിൽ നടന്നത്, ക്യാമ്പസ് ഹോസ്റ്റലിൽ നടന്നത് കൃത്യമായിട്ട് അന്വേഷിച്ചോ അക്ഷയ്? ഇവിടെ വയനാട് പൂക്കോട് മുതൽ കോട്ടയം വരെ എത്തി നിൽക്കുന്ന ഇത്തരത്തിലുള്ള റാഗിംഗ് വിഷയങ്ങൾ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒറ്റപ്പെട്ടൊരു വിഷയങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള റാഗിംഗ് വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനിഷ്ഠൂരമായിട്ടുള്ള റാഗിംഗ് ഈ കോട്ടയത്ത് നടന്നപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ രാഹുൽ രാജ് എന്ന SFIയുടെ നേതാവ് KGSNA എന്ന് പറയുന്ന നഴ്സിംഗ് അസോസിയേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒരു സംഘടന, ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം, ഈ പറയുന്ന രാഹുൽ രാജ്. ഇദ്ദേഹം ഇതിൽ പ്രതിയാണ്. 5ഓളം വരുന്ന ഇത്തരത്തിലുള്ള പ്രതികൾ വളരെ നിഷ്ഠൂരമായിട്ട് വലിയ രീതിയിലുള്ള റാഗിംഗ് നടത്തുമ്പോൾ അവരെക്കുറിച്ച് ഇവിടെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള സിദ്ധാർത്ഥന്റെ റാഗിംഗ് വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ പലപ്പോഴും റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അത്തരത്തിൽ സംരക്ഷണം കൊടുത്ത്, അവരെ ജയിലിൽ പോയി കണ്ട്, അവർക്ക് നിയമസഹായം കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും അല്ലെങ്കിൽ പൂക്കോട് നടന്ന വിഷയം ആണെങ്കിൽ തന്നെ ഇന്ന് കോട്ടയത്ത് നടന്നിരിക്കുന്നു. അങ്ങനെ ജില്ലകൾക്ക് മാത്രമാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും റാഗിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പിന്തുണ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടും ക്യാമ്പസുകൾക്കകത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരു പരിധിവരെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പിന്തുണ, അവരുടെ ഇന്റേണൽ മാർക്കുകളാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണകൾ കൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഈ റാഗിംഗ് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു സ്വാഭാവികമായും അവിടുത്തെ കമ്മിറ്റികൾ, അധ്യാപകരടങ്ങുന്ന കമ്മിറ്റികളാണ് റാഗിംഗ് വിഷയങ്ങൾ അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി കൃത്യമായി ക്യാമ്പസുകൾക്കകത്ത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാനോ, ആരാണോ യഥാർത്ഥ പ്രതികൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ പലപ്പോഴുമായിട്ടും അത്തരത്തിൽ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ റാഗിംഗ് ഉണ്ടാകുന്ന സമയത്ത് 3 മാസം മുന്നേ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വീഡിയോ എടുത്ത് അവരുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് നാളുകളായിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ റാഗിംഗ് നടന്നു കഴിഞ്ഞതിന് മുമ്പ് 3 മാസം മുൻപ് തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമ്പസിനുള്ളിലുള്ള വാർഡൻ, ക്യാമ്പസിലെ വാർഡൻ അടക്കമുള്ള, കോളേജിന്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ അറിയുന്നത് ഈ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമായിട്ടാണ്. ഇത് വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഇതിൽ വ്യക്തമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഇവർ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരായതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകരായതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വരാതിരിക്കുന്നത്. ആ പുറത്തു വരാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത ജില്ലകൾക്ക് മാത്രം മാറ്റം വരുന്നു, അടുത്ത ക്യാമ്പസുകളിലേക്ക് ഇത്തരത്തിലുള്ള റാഗിംഗ് വരുന്നു. പലപ്പോഴും ഇടതുപക്ഷം, നമ്മൾക്കറിയാം, മനുഷ്യനാകണമെന്ന തരത്തിൽ ഒരു കവിതയൊക്കെ ചൊല്ലി നമ്മുടെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് റീലൊക്കെ ഇടുന്നത് നമുക്ക് കാണാം. പക്ഷെ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്വന്തം സഖാക്കളെ ആ കവിത കേൾപ്പിക്കണം, അല്ലെങ്കിൽ ആ പാട്ട് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം മനുഷ്യനായി പെരുമാറാൻ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് മനുഷ്യനായി വിദ്യാർത്ഥികളോടൊപ്പം പെരുമാറാൻ നിങ്ങൾ പഠിക്കണമെന്നാണ് ABVPക്ക് ഇവിടെ പറയുവാനുള്ളത്. പിന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരൊന്നും ഇത്തരത്തിൽ റാഗിങ്ങുകളിൽ പെടുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നവരോ ഒന്നുമല്ല.
സ്വാഭാവികമായിട്ടും പ്രതിസ്ഥാനത്ത് വരുന്നത് സിദ്ധാർത്ഥന്റെ മരണമാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നടന്നിട്ടുള്ള ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI എന്നാണ്. അതാണ് കേരളം മനസ്സിലാക്കേണ്ടത്. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന മനുഷ്യത്വരഹിതമാണ്, അക്രമമാണ് അവരുടെ മാർഗം. ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ അവർ ഇത്തരത്തിൽ പെരുമാറുകയും അവർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പരിധിയിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുടുംബത്തിനൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഇരയായപ്പെട്ടവരുടെ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കുടുംബത്തിനൊപ്പം നിന്നില്ലെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ആരുടെ ഒപ്പം നിന്നില്ലെങ്കിലും വേണ്ടില്ല, അടുത്തൊരു സിദ്ധാർത്ഥനോ അടുത്തൊരു കോട്ടയം പോലെയുള്ള ക്യാമ്പസുകളോ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഞങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ വരുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേവലം ചർച്ചകൾ നടക്കുന്നു, അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, എറണാകുളം ജില്ലയിലാണ് മെഹ്റിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, കേവലം സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നടത്തുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത്. ആ വിദ്യാർത്ഥിയുടെ മരണം റാഗിംഗ് ആണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഇത്തരത്തിലുള്ള റാഗിംഗ് വിഷയങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, അത്തരത്തിലുള്ള റാഗിങ്ങൾ ഉണ്ടാവുന്നത് അതിന് വലിയൊരു സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം നടന്നു കഴിഞ്ഞാലും, ക്യാമ്പസുകൾക്കകത്ത് റാഗിങ് നടന്നു കഴിഞ്ഞാലും ഒരു ഭാഗത്ത് ഈ SFI എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്.